നമസ്കാരം. എല്ലാവരും ഹോർട്ടിക്കൾച്ചർ ഇൻസ്ട്രക്ടർ എക്സാം എഴുതി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. സോ നടന്നിട്ടുള്ള എക്സാം അത്ര ഭയങ്കര ടഫായിട്ടുള്ള ഒരു എക്സാം ഒന്നുമല്ല. ഒരു ബിലോ മീഡിയം ലെവലിലുള്ള ഒരു എക്സാം തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പം കുറേ അധികം സ്റ്റുഡൻസ് ഒക്കെ നല്ല നല്ല റിമാർക്സ് തന്നു. സോ സന്ദേശം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രികൾച്ചർ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ എക്സാമുകൾ ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ വരാറുള്ള അഗ്രികൾച്ചർ എക്കണോമിക്സിന് ഒരു 5 ക്വസ്റ്റ്യൻ മാത്രമേ ഈ ഒരു എക്സാമിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, സോ നമുക്ക് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ കോഡിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് ഡിസ്കഷൻ പോകാൻ പോകുന്നത്. സോ എ കോഡിൽ 96ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എക്കണോമിക്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? AgMarkNet, a portal for dissemination of agriculture marketing information, is a joint endeavor of എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇത് ആരൊക്കെ ചേർന്നിട്ടാണ് ഇത് ഈ ഒരു AgMarkNet എന്നുള്ള പോർട്ടൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ബേസിക് ക്വസ്റ്റ്യൻ. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തെങ്കിലും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും ഡിസ്കഷൻസിൽ പലതിലും ഏതൊക്കെ ഏജൻസി ഇതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡിസ്കഷൻ ഒന്നും ഇതിൽ നടന്നിട്ടുണ്ടാവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ബേസിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ AgMarkNetനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ശരിക്കും 2000 വർഷം എന്നുവെച്ചാൽ 2000 മാർച്ചിലാണ് ഫസ്റ്റ് ടൈം ആയിട്ട് AgMarkNet എന്നുള്ള ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്, ISAM, ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസ് സ്കീം. അതിന്റെ തന്നെ സബ് സ്കീം ആയിട്ടുള്ള റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ആണ് ഈ ഒരു AgMarkNet എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി ഈ പ്ലാറ്റ്ഫോം ഒരു 3200ഓളം ഹോൾസെയിൽ മാർക്കറ്റ്സിന്, നമ്മളെ മന്തീസ് ഒക്കെ പറയില്ലേ, നമ്മളെ കുഴിമന്തിനെ കുറിച്ചല്ല, നമ്മുടെ നോർത്തിലുള്ള മന്തീസ്, ഓക്കെ, അങ്ങനെയുള്ള 3200ഓളം മാർക്കറ്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഏകദേശം 350 കമ്മോഡിറ്റീസ്, 2000+ വെറൈറ്റീസിനെ കണക്ട് ചെയ്ത് ഇതിന്റെ പ്രൈസ് ഇൻഫർമേഷൻ അതുപോലെ തന്നെ അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണിത്. ഈ നെറ്റ്വർക്ക് ബേസിക് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഇതിന്റെ മാനേജ്മെന്റ് വരുന്നത് DMI ആണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയണം. ഓക്കെ, DMI ഇതിന്റെ അകത്തുണ്ട്. നമ്മുടെ ഓപ്ഷനിലും DMI ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. DMI ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. 1935 ഫോം ചെയ്തിട്ടുള്ള DMIനെ കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നെക്സ്റ്റ് DMI ഉണ്ട് എന്ന് പറയാം. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് DMI ആൻഡ് NIC, DMI ആൻഡ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, NIC ആൻഡ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, DMI ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം DMI മാത്രമല്ല, ഒരാളും കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മൈൻഡിൽ വെക്കണം. അപ്പൊ ഈ DMI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബേസിക്കലി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ. ഇപ്പം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ എന്നല്ല പറയുന്നത്, ഡീറ്റെയിൽ ആയി മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫാമേഴ്സ് വെൽഫെയർ എന്ന് തന്നെയാണ് പറയുന്നത്. ബട്ട് ചിലപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ എന്ന് പറയാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. DMI എന്ന് പറഞ്ഞാൽ തന്നെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അണ്ടറിൽ വരുന്ന സാധനമാണ്. അപ്പോൾ DMI ആൻഡ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ എന്ന് വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ DMI എന്ന് പറയാതെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സംവൺ എൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കേസിൽ നമുക്ക് പറയാം. ഓക്കെ, DMIനെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറിന്റെ അണ്ടറിലുള്ളതായതുകൊണ്ട് തന്നെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് സംവൺ എൽസ് എന്നുള്ളതാണ്. സോ ഇതൊരു ബേസിക്കലി ഒരു എന്താ പറയാ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും ആ രീതിയിലുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്സ് ആവശ്യമായിട്ടുള്ളത് കൊണ്ടും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ ഗവൺമെന്റ് ഓതറൈസ് ചെയ്തിട്ടുള്ളതാണ് നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക്, NIC. ഓക്കെ, നാഷണൽ ഇൻഫർമേഷൻ സെന്റർ, സോറി, ഞാൻ നാഷണൽ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് എന്നൊക്കെയാണ് പറഞ്ഞത്. NIC ആണ് നാഷണൽ ഇൻഫർമേഷൻ സെന്റർ. NIC നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ, ഇപ്പം നീറ്റ് എക്സാം ആണെങ്കിലും എല്ലാ എക്സാംസും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ NIC തന്നെയാണ്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന്റെ അതോറിറ്റി നല്ലട്ടോ ഞാൻ പറയുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ സെയിം NIC നാഷണൽ ഇൻഫർമേഷൻ സെന്റർ, അവരാണ് DMI ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എ ജോയിന്റ് എൻഡവർ ഓഫ് DMI ആൻഡ് NIC. ഒരിക്കലും DMI ആൻഡ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ അല്ല, വേണമെങ്കിൽ NIC ആൻഡ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നമുക്ക് 4 ഓപ്ഷൻ തന്നതിൽ വെച്ച് മോസ്റ്റ് ആക്യുറേറ്റ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിലെ C ഓപ്ഷനും വേണമെങ്കിൽ നമുക്ക് ചാലഞ്ച് ചെയ്യാം, വേണമെങ്കിൽ. പക്ഷെ നമുക്ക് ചാലഞ്ച് ചെയ്താൽ അവർ സമ്മതിക്കില്ല. കാരണം മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ എന്നല്ല ഇപ്പം പറയാറ്, അല്ലെ? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ഫാമേഴ്സ് വെൽഫെയർ ആണ് ആ ഫുൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റും എക്സാക്ട് ആൻസർ ഏത് തന്നെയാണ്, DMI ആൻഡ് NIC. സോ 96ന്റെ ആൻസർ ആയല്ലോ. സോ നമ്മൾ 97th ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ്? ദ മാർക്കറ്റ് ഇൻ വിച്ച് ദ പ്രൊഡ്യൂസ് ഈസ് എയ്തർ ഫൈനലി ഡിസ്പോസ് ഓഫ് or direct to consumer or processors
or assembled for shipment to foreign countries. ഇത് നമ്മൾ മാർക്കറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്ന സാധനമാണ്, ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇതിൽ എന്താണ് ഇപ്പൊ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ പെർഫെക്റ്റ് മാർക്കറ്റ്, ടെർമിനൽ മാർക്കറ്റ്. അത് അവിടെ നിൽക്കട്ടെ, കാരണം അതാണ് ആൻസർ. അത് അവിടെ നിൽക്കട്ടെ. ബി എന്താണ്? പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയാ മെനി സെല്ലേഴ്സ് ആൻഡ് മെനി ബയേഴ്സ് വിത്ത് ഹോമോജനസ് ഗുഡ് ഇസ് കോൾഡ് പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് മാത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. റീറ്റെയിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും ക്വാണ്ടിറ്റി കുറഞ്ഞിട്ട് സെയിൽ ചെയ്യുന്ന ആ ഒരു സെറ്റ് ഓഫ് മാർക്കറ്റിനാണ് റീറ്റെയിൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത്. ഫെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫെയർസ് എന്ന് പറഞ്ഞ ടേം ചിലപ്പം നിങ്ങൾക്ക് പുതുമുള്ള ഒരു ടേം ആയിരിക്കും. ആക്ച്വലി നമ്മളെ ഷോർട്ട് ഒരു ഫ്യൂ ഡേയ്സ് ഓർ ഒരു വീക്ക് ഓർ 1 or 2 വീക്സ് ഇന്റർവെല്ലില് വർക്ക് ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഫെയർസ് എന്ന് പറയാ. നമ്മൾ ഷോർട്ട് പീരീഡ് മാർക്കറ്റ്, വെരി ഷോർട്ട് പീരീഡ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. സോ അതിന് തന്നെയാണ് ഈ ഫെയർസ്. അതിന്റെ ഒരു ആൾട്ടർനേറ്റ് ടേം ആണ് ഫെയർസ് എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ ടെർമിനൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എന്ത് ഫൈനൽ ഡിസ്പോസലിന് വേണ്ടിയിട്ട് പോകുന്ന മാർക്കറ്റ്, നമ്മൾ ഷിപ്മെന്റിന് വേണ്ടിയിട്ട് ഫോറിൻ കൺട്രീസിലെ എക്സ്പോർട്ടിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ മാർക്കറ്റിംഗിൽ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിന്റെ ആൻസർ എ ആണെന്ന് വിതൗട്ട് ഡൗട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. ആകെ 96ാമത്തെ ക്വസ്റ്റ്യൻ ചെറിയ കൺഫ്യൂസിംഗ് ആയിരുന്നു, പക്ഷെ കുറച്ചും കൂടെ ലോജിക്കലി തിങ്ക് ചെയ്താൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് 98th ക്വസ്റ്റ്യൻ എന്താണ്? ട്രാൻസ്പോർട്ടേഴ്സ് ആക്ടേഴ്സ്. ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞ സാധനം കൊണ്ടുപോകുന്ന ആൾക്കാർ ഇൻ മാർക്കറ്റിംഗ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ട്രാൻസ്പോർട്ടേഴ്സ് ആക്ടേഴ്സ് ട്രേഡേഴ്സ് ആണോ? ട്രേഡേഴ്സ് ആയിട്ടാണോ? വിൽക്കുന്ന ആളായിട്ടാണോ? അല്ല. നിങ്ങൾക്ക് അറിയാം ട്രേഡ് പ്ലാനേഴ്സ്, അവർ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണോ ട്രാൻസ്പോർട്ടേഴ്സ്? ഇന്ന് ഇത് ചെയ്യണം, ഇതാക്കണം, സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാരാണോ ട്രാൻസ്പോർട്ടേഴ്സ്? നോ, നെവർ. സി ട്രേഡ് സപ്പോർട്ടേഴ്സ്. ട്രേഡ് സപ്പോർട്ട് ചെയ്യണോ അവര്? ട്രേഡ് സപ്പോർട്ട് ചെയ്യോ? ട്രേഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലേ. അവര് ഫെസിലിറ്റേറ്റ് ചെയ്യണം, അവര് സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുകയാണ്, ട്രാൻസ്പോർട്ട് ചെയ്യാണ് അല്ലേ. സോ ദേ ആർ ട്രേഡ് സപ്പോർട്ടേഴ്സ്. സോ ഇതിന്റെ ആൻസർ സി ആണെന്നുള്ളത് ഏതൊരാൾക്കും മനസ്സിലാവുന്നതാണ്, ഏതൊരാൾക്കും അറിയുന്നതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, so the answer is trade supporters. So answer is C, no doubt. And 99 FSSA എല്ലാവർക്കും അറിയുന്നതാണ്, നിങ്ങൾ ഫ്രീക്വന്റ്ലി കേൾക്കുന്നതാണ്. നിങ്ങളെ ഓരോ ഹോട്ടലിലും കയറി ചെല്ലുമ്പോൾ അവിടുത്തെ നമ്മുടെ വാളില് എഴുതി വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് ഒട്ടിച്ചിട്ടുണ്ടാവും. മറ്റേ ഉടമയുടെ പേര് ഫോട്ടോയും കാണും, അതിന്റെ മേലെ ആയിട്ട് FSSAI ഒരു നീല കളറിൽ വിത്ത് ഒരു എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയാ ഓറഞ്ച് കളർ ഒരു ലൈനൊക്കെ ആയിട്ടൊക്കെ വരുന്ന സാധനം FSSAI, ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ഫുഡ്സ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റീസ് ഓഫ് ഇന്ത്യ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഒരു ചുമ്മാ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ചുമ്മാള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാർക്ക് കിട്ടും എന്തായാലും, ചുമ്മാള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും. കാരണം ഇത് സിമ്പിൾ ആയിട്ട് അവർ ചുമ്മാ ടേംസ് അല്ല, അതിലുള്ള വേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ, ഇത് എന്താ പറയുക, ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ പോലും ഇത് വായിച്ചു നോക്കുന്ന ആൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിന്റെ ആൻസർ എന്താണെന്ന്. കാരണം എന്താ, ഇതിൽ ചുമ്മാ വേർഡിങ്സിൽ ചെറിയ ചെറിയ എറേഴ്സ് വരുത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എയും ബിയും സിയും എന്താ പറയുക ചുമ്മാ എഴുതി വെച്ചിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, എന്താ പറയുക എക്സ്പാൻഷൻ ആണ് FSAയുടെ. ഡി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. വിത്തൗട്ട് ഡൗട്ട്, അല്ലെങ്കിൽ ഇതെല്ലാവരും ശരിയാക്കിയിട്ടുണ്ടാവും, എനിക്ക് നിസ്സംശയം ഉറപ്പാണ്. നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും, നോ ഡൗട്ട്. 99ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ആൻസർ ഡി ആണ്. അതിൽ ആരും തെറ്റ് വരുത്തിയിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് 100ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് among the following is true about agriculture export zones in India? അഗ്രികൾച്ചർ എക്സ്പോർട്ട് സോൺസ് ഇൻ ഇന്ത്യ. ഈ ഒരു ഏരിയയിലാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആവശ്യമായിട്ടുള്ളത്. കാരണം അഗ്രികൾച്ചർ എക്സ്പോർട്ട് സോൺസ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. A സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് പലപ്പോഴും നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും പഠിക്കില്ല. ഓക്കെ, അതിനെ കൊണ്ട് ചിലപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, കുറച്ചധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ഈ 4 ക്വസ്റ്റ്യനുകളിൽ തന്നെ കുറച്ചെങ്കിലും ഒരു ഡൗട്ട് തോന്നിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ കുറച്ചൊരു പ്രയാസം തോന്നിക്കാവുന്ന ഒരേ ഒരു ക്വസ്റ്റ്യനേ ഉണ്ടായിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ ആണ് 100ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് among the following is true about agriculture export zone in India? അതിന്റെ ഓപ്ഷൻ കൊടുത്തു. There are 80 such zones spread across 20 states എന്നാണ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 80 such zones. Okay, and the second one, the concept of AZ was introduced in 2001 through EXIM policy. EXIM എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി ആണ് നിങ്ങൾക്ക് അറിയാം. 1997-2001 to take comprehensive look at particular product. Okay, specific geographical region in a country demarcated for setting up agriculture plus processing industries. അപ്പം ഇതില്
മൂന്നാമത്തെ ഓപ്ഷൻ ആദ്യം എടുക്കാം. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? സ്പെസിഫിക് ജിയോഗ്രഫിക് റീജിയൻ in a country demarcated for setting up agriculture based processing industry. That's exactly AZ. AZ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഈ പ്രൊഡക്ട്സിന്റെ പ്രോസസ്സിങ്, ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട്, ഇൻ അഡീഷൻ എക്സ്പോർട്ട്, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്ന ഡിമാർക്കറ്റഡ് ഏരിയനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അഗ്രികൾച്ചർ എക്സ്പോർട്ട് സോൺസ് എന്ന് പറയുന്നത്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് പക്ക, നോ ഡൗട്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് സെക്കൻഡ് ഇതിൽ റോങ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ശരിയാണ്. എക്സാക്ട്ലി 2001 ത്രൂ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി 1997-2001 ടു ടേക്ക് കോംപ്രഹെൻസീവ് ലുക്ക് അറ്റ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്. എക്സാക്ട് ആണ്. എക്സാക്ട് 2001 എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി പ്രകാരം 2001 എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി അല്ല, 1997-2001 ആ പീരീഡിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി പ്രകാരം എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ, ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് AZ വരുന്നത് 2001. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റും പക്ക, നോ ഡൗട്ട്. ആൻഡ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, there are 80 such zones spread across 20 states. ഇതിൽ 20 states എന്നുള്ളത് കറക്റ്റ് ആണ്. ഇവിടെയാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അഗ്രികൾച്ചർ എക്സ്പോർട്ട് സോൺസിനെ കുറിച്ച് പക്ക ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ നമ്പേഴ്സിലേക്ക് എത്തുമ്പോൾ നമുക്ക് ക്ലാരിറ്റി കിട്ടും. സോ ഇവിടെ 20 സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു, ദാറ്റ്സ് ഫൈൻ, വെൽ ആൻഡ് ഗുഡ്. 20 സ്റ്റേറ്റ് തന്നെയാണ്. 40 കമ്മോഡിറ്റീസ് ഇതിൽ പറഞ്ഞിട്ടില്ല, ബട്ട് 40 കമ്മോഡിറ്റീസിനാണ് അവർ മേജർ ആയിട്ട് ഡീൽ ചെയ്യുന്നത്, അഗ്രികൾച്ചർ കമ്മോഡിറ്റീസിനാണ്. ഓക്കെ, ബട്ട് ഇവിടെ എറർ വന്ന എവിടെയാണ്? 80 സച്ച് സോൺസ് എന്നാണ് പറഞ്ഞത്. നോ, ഇറ്റ് ഈസ് 60 സോൺസ് ആണ്. 80 അല്ല, 60 AZs ആണ്. 60 എണ്ണത്തിൽ 2 എണ്ണം കേരളത്തിലുണ്ട്. ഓക്കെ, ഹോർട്ടിക്കൾച്ചർ ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള, ഹോർട്ടിക്കൾച്ചർ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളതും മെഡിസിനൽ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ളതും, അങ്ങനെ 2 എക്സ്പോർട്ട് സോൺസ് കേരളത്തിലും ഉണ്ട്. ഓക്കെ, അങ്ങനെ 60 എക്സ്പോർട്ട് സോണുകൾ 20 സ്റ്റേറ്റ്സിലായിട്ട് 40 കമ്മോഡിറ്റീസിനാണ് അഗ്രികൾച്ചർ എക്സ്പോർട്ട് സോൺസിൽ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് ഓവറോൾ ആയിട്ട് ഈ അഗ്രികൾച്ചർ എക്സ്പോർട്ട് സോൺസിനെ അതോറിറ്റി അല്ലെങ്കിൽ ഓവറോൾ മാനേജ്മെന്റ്, ഓവറോൾ എന്താ പറയുക, ഹെഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അപ്പിടെ ആണ് എന്നുള്ളതും നിങ്ങൾ മറക്കാതെ ഓർമ്മിക്കേണ്ട കാര്യമാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് 100ാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? ബോത്ത് 2 and 3. ഇനി ഈ 100ാമത്തെ ക്വസ്റ്റ്യൻ എക്സാക്റ്റ് അറിയില്ലെങ്കിൽ പോലും ചില ആളുകളൊക്കെ കറങ്ങി കുത്തി ബോത്ത് 2 and 3, വേറെ ഒന്നിലും അങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. ചൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ഈ 5 ക്വസ്റ്റ്യൻ എടുത്ത് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 5ാമത്തെ ക്വസ്റ്റ്യൻ ആയ ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് കുറച്ച് ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ളത്. ബട്ട് ബാക്കി 4 ക്വസ്റ്റ്യനും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ കുറച്ച് കൺഫ്യൂസിംഗ് ആയിരുന്നു. ആൻഡ് നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും ക്ലാസ്സുകളിൽ ഡീൽ ചെയ്തിട്ടുണ്ടാവാനും ചാൻസ് കുറവാണ്. ഓക്കെ, ഇനിയുള്ള നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ തന്നെ ഇങ്ങനെയുള്ള സോൺസിനെ കുറിച്ചും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ കുറച്ചും കൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരും, നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. 1 മാർക്കാണെങ്കിലും നമുക്കത് മിസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇന്നത്തെ ഈ ഒരു എക്സാമിൽ എക്കണോമിക്സിൽ 5ൽ 4 നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്തിട്ടുണ്ടാവും. 5ാമത്തെ മാർക്കിൽ മാത്രമായിരിക്കും ഒരു ഡൗട്ട് ഉള്ളത്. ഇനിയുള്ള എക്സാമുകളിൽ അതും ഇല്ലാത്ത രീതിയിൽ നമുക്ക് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ്, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ 17th നടന്ന ജൂനിയർ ഇൻസ്ട്രക്ടർ ഹോർട്ടിക്കൾച്ചറിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ്, അഗ്രോണമി റിലേറ്റഡ് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് അഗ്രികൾച്ചേഴ്സ് ഡെഫിനിഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ വന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ടേം ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് ലാംഗ്വേജ്. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഗ്രീക്ക്, ഇറ്റ് ഈസ് ഫ്രം ലാറ്റിൻ ലാംഗ്വേജ്. അപ്പോൾ അത് തെറ്റാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ ഈസ് ആൻ ആർട്ട് ബിക്കോസ് ഇറ്റ് ഇൻവോൾവ്സ് പെർഫോമിംഗ് ഓപ്പറേഷൻസ് ഇൻ സ്കിൽഫുൾ മാനർ. അത് നമുക്കറിയാം, കറക്റ്റ് ആണല്ലേ. പിന്നെ ഇറ്റ് ഈസ് ദ സയൻസ് ആസ് ഇറ്റ് യൂട്ടിലൈസസ് മോഡേൺ ടെക്നോളജീസ് developed on scientific principles. അതും കറക്റ്റ് ആണ്. അടുത്തത് അഗ്രികൾച്ചർ ആസ് എ ബിസിനസ് ഓൾവേസ് ഡസ് നോട്ട് എയിം അറ്റ് മാക്സിമം നെറ്റ് റിട്ടേൺ. നമുക്കറിയാം അഗ്രികൾച്ചറിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് തന്നെ എന്താണ്? മാക്സിമൈസിങ് നെറ്റ് റിട്ടേൺ ആണ്. സോ ആ സ്റ്റേറ്റ്മെന്റും ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്. ബോത്ത് 2 and 3 ആണ് ഇതിൽ കറക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റാബി ക്രോപ്പ് എന്നായിരുന്നു.
അപ്പോൾ ഓപ്ഷൻസ് പി, ഗ്രാം, മസ്റ്റർഡ്, കോട്ടൺ. ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കോട്ടൺ ആണ്. കോട്ടൺ നമുക്കറിയാം എന്താണ്, ഒരു ഖാരിഫ് ക്രോപ്പ് ആണ്. ബാക്കി വന്നിരിക്കുന്നതെല്ലാം റബി ക്രോപ്പ് തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മാന്യൂർ എന്നായിരുന്നു. അപ്പോൾ ഇതിൽ ബ്ലഡ് മീൽ, ഫിഷ് മീൽ, ഓയിൽ കേക്ക്, ഫാം യാർഡ് മാന്യൂർ എന്ന ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ്, ഫാം യാർഡ് മാന്യൂർ. നമുക്കറിയാം ഫാം യാർഡ് മാന്യൂർ എന്ന് പറയുന്നത് ഒരു ബൾക്കി ഓർഗാനിക് മാന്യൂർ ആണെന്നും. ബൾക്കി എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ കോൺസെൻട്രേഷൻ, അതിനകത്ത് ന്യൂട്രിയൻസിന്റെ കോൺസെൻട്രേഷൻ കുറവും നമ്മൾ ബൾക്ക് എമൗണ്ടിൽ സപ്ലൈ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ ബൾക്കി ഓർഗാനിക് മാന്യൂർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഫാം യാർഡ് മാന്യൂർ. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മുടെ an example for symbiotic nitrogen fixing bacteria ആണ് ചോദിച്ചിരിക്കുന്നത്. Azotobacter, Rhizobium, Clostridium, Trichoderma. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി റൈസോബിയം ആണ്. നമുക്കറിയാം എന്താണ് ഈ ബാക്കി ഓപ്ഷൻസ്, അതായത് ഈ തന്നിരിക്കുന്ന അസറ്റോബാക്ടറും ക്ലോസ്ട്രീഡിയവും ട്രൈക്കോഡെർമയും ഒക്കെ ഫ്രീ ലിവിംഗ് ആണ്. അതേസമയം നമ്മുടെ സിംബയോട്ടിക്കിൽ വരുമ്പം റൈസോബിയവും ഫ്രാങ്കിയൊക്കെ നമ്മുടെ സിംബയോട്ടിക്. അപ്പോൾ ഇതിൽ വരുന്ന കറക്റ്റ് ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്ലാന്റ് സ്യൂട്ടബിൾ ഫോർ ഗ്രീൻ മാന്യൂറിംഗ് ഇൻ സിറ്റ്യൂ. ഇൻ സിറ്റ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്, അവിടെ തന്നെ വളർത്തി അവിടെ തന്നെ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് സൺഹെം, സുബാബുൽ, ഗ്ലൈറിസീഡിയ, കാസിയ. അപ്പൊ ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, അതായത് നമ്മുടെ സൺഹെംബ് ആണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ സൺഹെംബ് കൂടാണ്ട് ബാക്കി വന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം നമ്മൾ ഗ്രീൻ ലീഫ് മാന്യൂറിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ന്യൂട്രിയൻ ഫോം ദ കോർ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദ റിംഗ് സ്ട്രക്ചർ ഓഫ് ക്ലോറോഫിൽ. മെഗ്നീഷ്യം ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്ട്രെയിറ്റ് ഫെർട്ടിലൈസർ. അപ്പൊ സ്ട്രെയിറ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രൈമറി ന്യൂട്രിയന്റ് മാത്രമായിരിക്കും കാണുന്നത്. അതായത് ഒന്നുകിൽ നൈട്രജൻ അല്ലെങ്കിൽ ഫോസ്ഫറസ് അല്ലെങ്കിൽ പൊട്ടാസ്യം. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഡയമോണിയം ഫോസ്ഫേറ്റ്, അതിനകത്ത് നൈട്രജനും ഫോസ്ഫേറ്റും വരുന്നുണ്ട്. പിന്നെ നമ്മുടെ നൈട്രജൻ ഫോസ്ഫേറ്റ്, അപ്പൊ അവിടെയും എന്നും പിയും വരുന്നുണ്ട്. പിന്നെ അമോണിയം ഫോസ്ഫേറ്റ്, അവിടെയും എന്നും പിയും വരുന്നുണ്ട്. അടുത്തത് അമോണിയം സൾഫേറ്റ്, അതിനകത്ത് പ്രൈമറി ന്യൂട്രിയന്റ് ആയ നൈട്രജൻ മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി which of the following is a natural phosphatic fertilizer? റോക്ക് ഫോസ്ഫേറ്റ്, സിംഗിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ്, യൂറിയ. അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ ഈ ആദ്യത്തെ 3 ഓപ്ഷൻസും നമുക്ക് ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസേഴ്സ് തന്നെയാണ്. അതിൽ നാച്ചുറൽ ഫോസ്ഫാറ്റിക് ഫെർട്ടിലൈസർ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ റോക്ക് ഫോസ്ഫേറ്റ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ സെക്കൻഡറി ടില്ലേജ് ഇംപ്ലിമെന്റ് എന്നാണ്. അപ്പൊ സെക്കൻഡറി ടില്ലേജ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, നമ്മുടെ ഫൈനർ ആയിട്ടുള്ള ലൈറ്റർ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാനാണ്. അപ്പൊ ഇതിൽ നമ്മുടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ഡിസ്ക് പ്ലോ, ഡിസ്ക് ഹാരോ, മോൾഡ് ബോർഡ് പ്ലോ, കൾട്ടിവേറ്റർ ആണ്. അപ്പൊ ഇതില് നമുക്കറിയാം എന്താണ്, ഹാരോയിങ്ങും പ്ലാങ്കിങ്ങും അങ്ങനത്തെ ഓപ്പറേഷൻസ് ആണ് നമ്മൾ കൂടുതലായിട്ടും സെക്കൻഡറി ടില്ലേജ് ചെയ്യുന്നത്. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്ന ഇംപ്ലിമെന്റ്സ് ഈ തന്നിരിക്കുന്നതിൽ ഡിസ്ക് ഹാരോയും കൾട്ടിവേറ്ററും ആണ്. ബാക്കി തന്നിരിക്കുന്ന 2 എണ്ണവും നമ്മുടെ പ്രൈമറി ടില്ലേജിന് യൂസ് ചെയ്യുന്ന ഇംപ്ലിമെന്റ്സ് ആണ്. ഓക്കെ, ഇനി വിച്ച് പ്ലോ ക്യാൻ വർക്ക് വെൽ വെൻ ദ സോയിൽ ഈസ് ടു ഹാർഡ് ആൻഡ് സ്റ്റിക്കി. അപ്പോൾ നമ്മുടെ പ്രൈമറി ടില്ലേജിന്റെ ഒരു ഇംപ്ലിമെന്റ് ആണ് നമ്മൾ ഈ നല്ല ഹാർഡായിട്ടും സ്റ്റിക്കി ആയിട്ടുള്ളിരിക്കുന്ന സോയിൽസിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഓപ്ഷൻസ് ആയിരുന്നു ഡിസ്ക് പ്ലോ, ഡിസ്ക് ഹാരോ, കൺട്രി പ്ലോ, മോഡ് ബോർഡ് പ്ലോ. അപ്പൊ ഇതിൽ ഡിസ്ക് ഹാരോ ഒഴിച്ച് ബാക്കി 3 എണ്ണവും പ്രൈമറി ടില്ലേജിന്റെ ഇംപ്ലിമെന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഒരെണ്ണം അങ്ങനെ തന്നെ എലിമിനേറ്റ് ചെയ്യാം. ബാക്കി തന്നിരിക്കുന്ന 3 ഓപ്ഷൻസിൽ നല്ല ഹാർഡ് ആയിട്ടുള്ള സർഫസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ക് പ്ലോ ആണ്. ഓക്കെ, ഇനി വിച്ച് കമ്പോണന്റ് ഓഫ് നോസിൽ ബ്രേക്സ് ദ ഫ്ലൂയിഡ് ഇൻ ടു ഫൈൻ ഡ്രോപ്ലെറ്റ്സ് എന്നാണ്. അത് ഫൈൻ ആണ് കേട്ടോ, ഫൈൻ ഡ്രോപ്ലെറ്റ്സ് ആണ്. അപ്പൊ സ്വിൽ പ്ലേറ്റ്, നോസിൽ ഡിസ്ക്, സ്ട്രെയിനർ, നൺ ഓഫ് ദ എബോ. അപ്പൊ ഇതില് കറക്റ്റ് ആൻസർ വരുന്നത് നമ്മുടെ നോസിൽ ഡിസ്ക് ആണ്. അതേസമയം നമ്മുടെ സ്വിൽ പ്ലേറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ലിക്വിഡ് നമ്മുടെ അതിനകത്ത് പാസ് ചെയ്യുന്ന ലിക്വിഡിന് ഒരു റൊട്ടേഷൻ മൂവ്മെന്റ് കൊടുക്കുന്നതാണ് ഈ സ്വിൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് പഡ്ലിംഗ് ആണ്. ഓപ്ഷൻസ് റെഡ്യൂസ് ഡീപ് പെർക്കുലേഷൻ ലോസ് ഓഫ് വാട്ടർ, കൺട്രോൾ വീഡ്സ്, സോയിൽ ബിക്കം സോഫ്റ്റ് ആൻഡ് മഡി, ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. അപ്പം ഈ ആദ്യം തന്നിരിക്കുന്ന മൂന്നും ഇതിന്റെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. ഓക്കെ, ഈ ലാസ്റ്റ് നടക്കുന്ന ഒരു അതായത് സോയിൽ സ്ട്രക്ചറും അവിടെ ഡിസ്ട്രോയ് ആകുന്നുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് എ ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിന് ചോദിച്ചിരിക്കുന്നതിന് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, which of the following is not a conservation tillage? അപ്പോൾ കൺസർവേഷൻ ടില്ലേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, അവിടെ റെസിഡ്യൂ റിട്ടൻഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോ ടില്ലേജ്, മിനിമം ടില്ലേജ്, ക്ലീൻ ടില്ലേജ്, സ്റ്റബിൾ മൾ ടില്ലേജ്. അപ്പൊ ഇതിൽ ഓപ്ഷൻ സി ഒഴിച്ച് ബാക്കി എല്ലാത്തിനകത്തും സ്റ്റബിൾ അല്ലെങ്കിൽ റെസിഡ്യൂ, സ്റ്റബിൾ അല്ല റെസിഡ്യൂ, പ്ലാന്റ് റെസിഡ്യൂ അവിടെ റീറ്റെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം നോട്ട് എ കൺസർവേഷൻ ടില്ലേജ് എന്ന് വരുമ്പം അതിന്റെ ആൻസർ വരുന്നത് നമ്മുടെ ഓപ്ഷൻ സി ആണ്, ക്ലീൻ ടില്ലേജ്. അടുത്തത് ഒബ്ജക്റ്റീവ് ഓഫ് ടില്ലേജ്. നമ്മുടെ ടില്ലേജിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? ഇംപ്രൂവിംഗ് സോയിൽ എയറേഷൻ, മിനിമൈസ് ദ റെസിസ്റ്റൻസ് ഓഫ് റൂട്ട് പെനിട്രേഷൻ, ഇൻകോർപ്പറേറ്റ് ദ മിക്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് സോയിൽ അമെൻമെന്റ്, ഇൻകോർപ്പറേറ്റ് ക്രോപ്പ് സ്റ്റബിൾസ്. അപ്പൊ ഈ തന്നിരിക്കുന്നത് എല്ലാം നമ്മുടെ ടില്ലേജിന്റെ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. അടുത്തത് പ്ലോ ദാറ്റ് കട്ട്സ് ദ സോയിൽ ആൻഡ് മേക്സ് വി ഷേപ്ഡ് ഫറോസ് ആൻഡ് മേക്ക് ദ സോയിൽ ബട്ട് ദർ ഈസ് നോ ഇൻവേർഷൻ. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് വി ഷേപ്ഡ് കട്ടാണ്, നോ സോയിൽ ഇൻവേർഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇൻഡിജിനസ് പ്ലോ, മോഡ് ബോർഡ് പ്ലോ, ഡിസ്ക് പ്ലോ, ചിസൽ പ്ലോ എന്നായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ നമ്മുടെ ഇൻഡിജിനസ് പ്ലോ അല്ലെങ്കിൽ നമ്മുടെ വുഡൻ പ്ലോ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ മോഡ് ബോർഡ് പ്ലോ എന്താ സംഭവിക്കുന്നത്, അവിടെ സോയിലിന്റെ ഇൻവേർഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ദർ ഈസ് സോയിൽ ഇൻവേർഷൻ ആസ് വെൽ ആസ് ഇൻ ഡിസ്ക് പ്ലോ ഓൾസോ സോയിൽ ഇൻവേർഷൻ ഈസ് ദെയർ. പക്ഷെ നമ്മുടെ ചിസൽ പ്ലോ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഹാർഡ് പാൻസിനെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ടോപ്പ് സോയിലിൽ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും നടക്കാണ്ടാണ് നമ്മൾ ചിസൽ പ്ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നോ സോയിൽ ഇൻവേർഷൻ എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്, വി ഷേപ്ഡ് കട്ട് ഫറോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആൻസർ വിൽ ബി ഓപ്ഷൻ എ, ഇൻഡിജിനസ് പ്ലോ അല്ലെങ്കിൽ വുഡൻ പ്ലോ. Which of the following is not a safety precaution while using sprayer? ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് നമ്മളൊരു കോമൺ സെൻസ് യൂസ് ചെയ്ത് വായിച്ചാൽ തന്നെ നമുക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. വെയറിംഗ് അപ്രോപ്രിയേറ്റ് ക്ലോത്തിങ്, അവോയ്ഡ് സ്പ്രേയിങ് ഡ്യൂറിംഗ് വിൻഡ്സ്, സ്മോക്ക് വൈൽ മിക്സിംഗ് ഓർ അപ്ലൈയിങ് പെസ്റ്റിസൈഡ്സ്, നെവർ എംപ്റ്റി ദ ടാങ്ക്സ് ഇൻടു ഇറിഗേഷൻ ചാനൽ. അപ്പൊ നോട്ട് എ സേഫ്റ്റി പ്രിക്കോഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്മോക്ക് വൈൽ മിക്സിംഗ് ഓർ അപ്ലൈയിങ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അടുത്തത് നാപ്സാക്ക് സ്പ്രെയർ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഹൈ വോളിയം, ലോ വോളിയം, അൾട്രാ ലോ വോളിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാപ്സാക്ക് സ്പ്രെയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലോ വോളിയം സ്പ്രെയർ, അതായത് നമ്മുടെ എത്രയാണ് 5 to 400 ലിറ്റർ കപ്പാസിറ്റി വരെ ഉള്ളതാണ് നമ്മുടെ ലോ വോളിയം എന്ന് പറയുന്നത്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ് നമ്മുടെ നാപ്സാക്ക് സ്പ്രെയർ എന്ന് പറയുന്നത്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് വിത്ത് റെസ്പെക്ട് ടു preparatory tillage? preparatory tillage നെ വെച്ച് നോക്കുമ്പോൾ ഇൻകറക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡീപ്പ് ഓപ്പണിംഗ് ആൻഡ് ലൂസണിംഗ് ഓഫ് സോയിൽ ടു ബ്രിങ് അബൌട്ട് എ ഡിസൈർഡ് ടിൽത്ത്. അപ്പൊ നമുക്കറിയാം അത് കറക്റ്റ് ആണല്ലേ. കാര്യം പ്രിപ്പറേറ്ററി ടില്ലേജിനകത്ത് വരുന്നതാണ് നമ്മുടെ പ്രൈമറി ടില്ലേജും സെക്കൻഡറി ടില്ലേജും ലേ ഔട്ട് ഓഫ് സീഡ് ബെഡും വരുന്നുണ്ട്. അപ്പം ഈ ആദ്യം പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്രൂട്ട് ആൻഡ് ഇൻകോർപ്പറേറ്റ് വീഡ്സ് ആൻഡ് സീഡ്സ് ക്രോപ്പ് സ്റ്റബിൾസും കറക്റ്റ് തന്നെയാണ്. ടില്ലേജ് ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ഇൻ ദ സ്റ്റാൻഡിംഗ് ക്രോപ്പ് ആഫ്റ്റർ പ്ലാന്റിംഗ്, അത് കറക്റ്റ് ആണോ? അല്ല. അതിനെ എന്തെന്നാ നമ്മൾ പറയുന്നത്? ആഫ്റ്റർ കൾട്ടിവേഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ടില്ലേജിനെ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, ഒന്ന് പ്രിപ്പറേറ്ററി ടില്ലേജും ഒന്ന് ആഫ്റ്റർ കൾട്ടിവേഷനും. ഓക്കെ, അപ്പം ഓപ്ഷൻ സി റോങ് ആണ്. അടുത്തത് ടില്ലേജ് ഓപ്പറേഷൻ ദാറ്റ് ആർ ഡൺ ടു പ്രിപ്പയർ ദ ഫീൽഡ് ഫോർ റേസിംഗ് ക്രോപ്പ്, അത് കറക്റ്റ് ആണ് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്തത് ഫീൽഡ് ഈസ് ഡിവൈഡഡ് ഇൻടു ഡിഫറെന്റ് സ്ട്രിപ്സ് സെപ്പറേറ്റഡ് ബൈ ലീവ്സ് ആൻഡ് വാട്ടർ ഈസ് ഗിവൺ ടു ഈച്ച് സ്ട്രിപ്പ് ഈസ് കോൾഡ്. അപ്പൊ ഇത് നമ്മുടെ ഇറിഗേഷൻ ടൈപ്സ് ഓഫ് ഇറിഗേഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതായത് നമ്മുടെ എൻറ്റയർ ഫീൽഡിനെ നമ്മൾ സ്ട്രിപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ ബോർഡറിൽ കൂടെ ഓരോ സ്ട്രിപ്സിലേക്കും ഇറിഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോർഡർ ഇറിഗേഷൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ് കപ്പാസിറ്റി. അപ്പൊ ഇറിഗേഷന്റെ ക്വസ്റ്റ്യൻസും ടില്ലേജിന്റെ ക്വസ്റ്റ്യൻസും ഇപ്പോഴത്തെ എഗ്രോണമിയിൽ കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു എല്ലാം ചോദിച്ചത് തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം. സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് വിത്ത് റെസ്പെക്ട് ടു ഫീൽഡ് കപ്പാസിറ്റി. ഓപ്ഷൻ എ എന്ന് പറയുന്നത് അറ്റ് ഫീൽഡ് കപ്പാസിറ്റി ബോത്ത് മൈക്രോ ആൻഡ് മാക്രോ പോർസ് ആർ ഫിൽഡ് വിത്ത് വാട്ടർ ആണോ?
ആണോ? അല്ല. only micropores are filled with water ആണ്. Plants can absorb water at field capacity. അത് കറക്റ്റ് ആണ്. Field capacity is the water left in the soil after saturated water is drained off. അല്ലേ? അതാണ് അതിന്റെ ഡെഫിനേഷൻ തന്നെ. After the gravitational water has drained off, എത്ര വാട്ടർ റീറ്റെയിൻ ചെയ്യുന്നു അതിനെയാണ് നമ്മൾ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ വരുന്നത് സ്റ്റേറ്റ്മെന്റ് 2 and 3 ആർ കറക്റ്റ് ആണ്. ഓക്കെ, മനസ്സിലായാലോ? ഓപ്ഷൻ 1 എന്താണ് തെറ്റെന്ന് മനസ്സിലായാലോ? മാക്രോപോർസിൽ വാട്ടർ കാണില്ല. വാട്ടർ കംസ് ഔട്ട് ലൈക്ക് എ ഫൗണ്ടൻ ലൈക്ക് ഓർ ആൻ അംബ്രല്ല ലൈക്ക് പാറ്റേൺ. ഇപ്പൊ ഞാൻ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഫിഗർ നിങ്ങൾക്ക് കാണാലോ, അതൊരു അംബ്രല്ല ലൈക്ക് പാറ്റേൺ പോലെ ഇങ്ങനെ വാട്ടറിന് കൊടുക്കുന്ന ആ ടൈപ്പ് ഓഫ് ഇറിഗേഷൻ ആണ് നമ്മുടെ ബബ്ലർ ഇറിഗേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി which among the following is considered as the most ancient water lifting equipments? അപ്പൊ ഈ തന്നിരിക്കുന്നതിൽ മോസ്റ്റ് ഏൻഷ്യന്റ് ആയിട്ടുള്ള വാട്ടർ ലിഫ്റ്റിംഗ് മെത്തേഡ് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? ഷാഡഫ് ആണ്. ഷാഡഫ് എന്ന് പറയുന്ന ഒന്നുമില്ല, ഒരു ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ വാട്ടർ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ് ആണ്. നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് അഗ്രോണമി ബുക്കിൽ നിങ്ങൾ റിഫർ ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, അതിനകത്ത് കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏൻഷ്യൻ വാട്ടർ ലിഫ്റ്റിംഗ് എക്യുപ്മെന്റ്സിന്റെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദ പ്രോസസ് in which water moves downward through the soil under gravitational force is called. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്ന ഏതാണ്? നമ്മുടെ പെർകൊളേഷൻ ആണല്ലേ. പെർകൊളേഷനും ഇൻഫിൽട്രേഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാവും. പെർകൊളേഷനും അത് മാറിപ്പോകാണ്ടിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് പെർകൊളേഷൻ ആണ്. The concentration of fertilizer reduces with time when we are using dash for fertigation. എന്താണ്? നമ്മുടെ ഫെർട്ടിലൈസർ ടാങ്ക് ആണ് അല്ലേ. ഫെർട്ടിലൈസർ ടാങ്കിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഈ ടാങ്കിന് നമ്മൾ ഇറിഗേഷൻ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഓവർ ടൈം ഈ കോൺസെൻട്രേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് കുറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പമ്പ് ഫോർ ലിഫ്റ്റിംഗ് വാട്ടർ ഫ്രം ബോർവെൽ? ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് മോസ്റ്റ് സ്യൂട്ടബിൾ പമ്പ് നമ്മുടെ ബോർവെല്ലിൽ നിന്ന് വാട്ടറിനെ എന്ത് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യാനായിട്ട്? സബ്മേഴ്സിബിൾ പമ്പാണ്. സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് നമ്മുടെ വാട്ടറിന്റെ അടിയിൽ ഡിപ്പ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു വാട്ടർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വാട്ടറിനെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, ക്ലാസ് ഈസ് ദ ട്രേഡ് നെയിം ഓഫ് വിച്ച് ഹെർബിസൈഡ്? ഈ തന്നിരിക്കുന്നതിൽ ക്ലാസ് എന്ന് പറയുന്നത് ഏതിന്റെ ട്രേഡ് നെയിം എന്നാണ്? അപ്പൊ നമുക്കറിയാം ഗ്ലൈഫോസിറ്റിന്റെ ട്രേഡ് നെയിം എന്ന് പറയുന്നത് റൗണ്ട് അപ്പ് ആണ്. ഡയൂറോണിന്റേത് ഏതാണ്? ക്ലാസ് ആണ്. ഓക്സിഫ്ലൂറോഫെനിന്റേത് ഗോൾ ആണ്. പ്രറ്റിലാക്ലോറിന്റേത് ഹിഫിറ്റ് ഒക്കെയാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. The biofertilizer which improves the uptake of available phosphorus by inoculated plant ഏതാണ്? വാം ആണോ? വാം എന്ന് പറഞ്ഞാൽ വെസിക്കുലർ ആർബസ്കുലർ മൈക്കോറൈസ അതാണോ? അതോ ബ്ലൂ ഗ്രീൻ ആൽഗെ ആണോ? ആസോസ്പൈറിലം ആണോ? അതോ റൈസോബിയം ആണോ? അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് ഈ വാം എന്ന് പറയുന്നത് ഒരു സിംബയോട്ടിക് അസോസിയേഷൻ നമ്മുടെ പ്ലാന്റിന്റെ റൂട്ട്സുമായിട്ട് ഉണ്ടാക്കിയിട്ട് തന്നെ നമ്മുടെ ഈ ഫോസ്ഫറസിന്റെയും അതേപോലെ തന്നെ ചെറുതായിട്ട് സിങ്കിന്റെയും കോപ്പറിന്റെയും ഒക്കെ അപ്ടേക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ സോയിലുള്ള ഒരു ഫോസ്ഫറസിന്റെ എന്താ പറയാ മൊബിലൈസേഷൻ മെക്കാനിസത്തിനെയൊക്കെ ഓൾട്ടർ ചെയ്യാനായിട്ട് ഈ വാമിനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പ്ലാന്റിന് അവൈലബിൾ ഫോസ്ഫറസ് അപ്ടേക്ക് കൂടുതലായിരിക്കും.